ഒരാളോട് ഇതിനെപ്പറ്റി പറയുമ്പോൾ അയാൾ വിചാരിക്കുക അയാളെ പറ്റിയാണെന്ന്. എയ്ഡ്സ് ഉള്ള ഒരാളെ പറ്റി എയ്ഡ്സ് ബോധവൽക്കരണം നടത്തുമ്പോൾ അയാൾ വിചാരിക്കുക അയാളെ പറ്റിയാണ്. സ്വാഭാവിക. ഇവിടെ എന്താണ്? ഇവിടെ മുശ്രിക്കും കാഫിറാക്കല് നമ്മുടെ പണിയല്ല. ഇന്നത് കുഫ്റ്, ഇന്നത് ശിർക്ക്. അതിൽ ചില വ്യക്തികളും ശിർക്ക് ചെയ്യുമ്പോൾ നമ്മൾ പറയും. ഇനി ഞാൻ എല്ലാവരോടും ചോദിക്കുക കേട്ടോ, ഇതിന്റെ ഒരു വിനീത ചോദ്യം. ശിർക്കും കുഫറുള്ള ഈ നാട്ടിൽ ഇത് ശിർക്കല്ല കുഫറല്ല എന്ന് ഞാൻ പറയാതിരുന്നതുകൊണ്ട് എന്താ മെച്ചം? അത് നല്ല ചോദ്യമാണ്. ഇവിടെ ശിർക്ക് കുഫറ്, ശിർക്കുള്ളോലെ അല്ലെ മുശ്രിക്കാന്നും ഞാൻ പറഞ്ഞില്ല, അത് ശിർക്കാന്നും പറഞ്ഞില്ല. കുഫറുള്ളോലെ ഞാൻ കുഫറില്ല എന്ന് പറഞ്ഞില്ല, ഉണ്ടെന്ന് പറഞ്ഞില്ല. അതുകൊണ്ട് അവർ രക്ഷപ്പെടും. അതുകൊണ്ട് ഞാൻ ഒരു മുശ്രിക്കല്ല കാഫറല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ രക്ഷപ്പെടും. ഇതാണ് എന്റെ ഒരു ചോദ്യം. ഇതിന്റെ ഒരു ലളിതമായ ചോദ്യം. മുശ്രിക്കായി തന്നെ മരിക്കൂ. അത് മരിക്കാതിരിക്കാൻ നേരത്തെ കാലത്തെ പറഞ്ഞു കൊടുക്കാതെ അതൊരു എന്റെ വ്യക്തിപരമായ ഒരു. ഇനി ആരാ മുശ്രിക്കാക്കിയത്? ഇതുണ്ടെങ്കിൽ തൗഹീദും ശിർക്കും. നാട്ടിക വി മൂസ മുസ്ലിയാർ ഇവർ ഒന്നിച്ചുന്ന കാലത്ത് AP സുന്നികൾക്ക് വേണ്ടി എഴുതിയ പുസ്തക ഓലോത്താശയോടെ എഴുതിയ തൗഹീദും ശിർക്കും. ഈ പുസ്തകത്തിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. മുജാഹിദുകളെ പറ്റി പറയുന്നത് എന്തറിയോ? വെള്ളം കടക്കാത്ത ഒറിജിനൽ മുശ്രിക്കുകളാണ് അവര്. നിങ്ങൾ പറയും, നിങ്ങൾ ചിന്തിക്കും, ഞാൻ വായിച്ച് കേൾപ്പിച്ചിറങ്ങി. വെള്ളം കിടക്കാത്ത ഒറിജിനൽ മുശ്രിക്കാണ്. അങ്ങനെ നമുക്ക് ആ പുസ്തകത്തിൽ തന്നെ ഞാൻ നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിച്ചുതരാം. ഇവർ ഒറിജിനൽ മുശ്രിക്കുകൾ തന്നെ. പേജ് 43, പേജ് നമ്പർ 43. ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ. ചുരുക്കത്തിൽ കഴിവ് അള്ളാഹുവിൻ്റെതും മനുഷ്യന്റേതുമെന്ന് രണ്ടായി വിഭജിച്ച് അള്ളാഹുവിന്റെ ഗുണമാകുന്ന ഖുദ്റത്തിൽ ഇവർ മായം ചേർത്തിരിക്കുന്നു. അതിനാൽ ഒറിജിനൽ മുശ്രിക്കുകൾ ഇവരാണ്. മാത്രമല്ല, ഓരോ മനുഷ്യനും സ്വന്തം കഴിവുണ്ടെന്ന് വിശ്വസിക്കുക വഴി കോടിക്കണക്കിന് സിത്താക്കളെ അംഗീകരിക്കുന്നവർ മുശ്രിക്കുകളാണ് എങ്കിൽ ഇവരുടെ തൗഹീദ് പ്രചരണം അതിശയകരമായിരിക്കുന്നു. അപ്പോ ഒറിജിനൽ മുശ്രിക്കുകളാണ് മുജാഹിദുകൾ. മുജാഹിദുകളെ മൊത്തം മുശ്രിക്കാക്കിയില്ലേ? നിങ്ങൾ ചിന്തിക്ക്. ഇനി സുന്നികൾ എന്താ പറയലേ? അതിന്റെ ഒരു കോട്ടക്കണക്കിനാണ് ഞാനിത് കൊണ്ടുവന്ന് നിങ്ങൾ കേൾക്കണേ. ഇത് സിറാജ് ദിനപത്രം. നിഷേധിക്കാനാവാത്ത തെളിവുകൾ കൊണ്ട് വ്യക്തമായ സമുദായ തൽപരരോ വഞ്ചകരോ KV മുഹമ്മദ് മുസ്ലിയാർ കൂട്ടനാടിനെ പച്ച കാഫറും മുർത്തദ്ദെന്ന് വിളിക്കുന്ന സിറാജ് ദിനപത്രം, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ജിഹ്വ, സത്യമല്ലാതെ ഒരക്ഷരം പോലും എഴുതാത്ത സിറാജ് അല്ലേ? ആ സിറാജ് എഴുതുകയാണ്, കേട്ടോളി. 1989 നവംബർ 21 ചൊവ്വ. കേട്ടോളി, കുറച്ച് ഭാഗം മാത്രം വായിച്ചു. ഖുർആൻ പരിഭാഷ തികച്ചും അബദ്ധ ജഡിലവും തോന്നിവാസവുമാണെന്നും അതെഴുതി ഉണ്ടാക്കിയ വകയിൽ കൂറ്റനാട് മുസ്ലിയാർ മുർത്തദ്ദും കാഫിറുമായിട്ടുണ്ടെന്നും. എങ്ങനെ? കൂറ്റനാട് KV മുഹമ്മദ് മുസ്ലിയാരെ ഈ പരിഭാഷ എഴുതിയെ ഞാൻ നിങ്ങൾക്ക് വായിച്ചെന്ന സുന്നികളുടെ പള്ളികളിലും ദർസുകളിലും അവരൊക്കെ വായിച്ചു പഠിക്കുന്ന ഈ പരിഭാഷ എഴുതിയ KV മുഹമ്മദ് മുസ്ലിയാർ എന്താ? കേട്ടോളൂ ഒന്നുകൂടി. ഖുർആൻ പരിഭാഷ തികച്ചും അബദ്ധ ജഡിലവും തോന്നിവാസവുമാണെന്നും അതെഴുതി ഉണ്ടാക്കിയ വകയിൽ കൂറ്റനാട് മുസ്ലിയാർ മുർത്തദ്ദും കാഫിറുമായിട്ടുണ്ടെന്നും അന്ന് സമസ്ത സെക്രട്ടറി, വേറെ ആരെങ്കിലും അല്ല, സമസ്ത സെക്രട്ടറി, അന്നത്തെ സമസ്ത സെക്രട്ടറി ഫത്വ പുറപ്പെടുവിച്ചു എന്നാണ് നിങ്ങൾ പറയുന്നത്. ഉണ്ടോ? ഫത്വ പുറപ്പെടുവിച്ചു. നിങ്ങൾ ചിന്തിക്ക്. കൂറ്റനാട് KV മുഹമ്മദ് മുസ്ലിയാരെ പേരെടുത്തുകൊണ്ട് നിങ്ങൾ മുശ്രിക്കാക്കിയില്ലേ? കാഫിറാക്കിയില്ലേ? മുർത്തദ്ദാക്കിയില്ലേ? മുശ്രിക്കല്ല കാഫിറും മുർത്തദ്ദുമാക്കിയില്ലേ? ഇസ്ലാമെന്ന് പുറത്താക്കിയില്ലേ? നിങ്ങളാക്കിയില്ല. ഇനി നിങ്ങൾ തന്നെ ഓരോ കാര്യങ്ങളിലും നിങ്ങളുടെ സമീപനം എന്തായിരുന്നു ഈ വിഷയത്തിൽ? എന്നിട്ട് നിങ്ങളുടെ രണ്ട് കാലിലും വന്നാ, എന്നിട്ട് നിങ്ങൾ ഞങ്ങളെ ഈ നിലക്ക് നിങ്ങൾ പറയും, നിങ്ങളൊന്ന് കണ്ടോളൂ. താങ്കൾക്കും അനുയായികൾക്കും മഹാന്മാരായവരൊക്കെ വഹാബികളും മതത്തിൽ നിന്ന് പുറത്തു പോയവരുമാണ്. നിങ്ങളുടെ പ്രസിഡന്റ് കുഞ്ഞിക്കോയ തങ്ങൾ ശൈഖുന ശംസുൽ ഉലമായെ കാഫിറാക്കി. വീണ്ടും വീണ്ടും അതാവർത്തിച്ചപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായി അബദ്ധവശാൽ പറഞ്ഞതല്ലെന്ന്. അതുകൊണ്ട് ഞാൻ നിങ്ങൾ ഹക്കിന്റെ മേൽ അടിയുറക്കുന്നു. അപ്പറം നമ്മളെ ഉസ്താദല്ലേ, ഇക്ക് ഉസ്താദല്ലേ, ഞാൻ എന്ത് ചെയ്യണം? അന്താരൽ ഹക്ക്, നീ ഹക്കിന്റെ മേൽ അടി ഉറച്ചു നോക്കണം. വീണ്ടും
വീണ്ടും ഞാൻ പറഞ്ഞപ്പോൾ കഫറാ 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 മുസ്ലിം ലോകം ഞെട്ടിത്തെറിച്ചുപോയി. ഉറപ്പില്ലാതെ വിശദീകരണം പലതും നടത്തി. കഫറയ്ക്ക് പല അർത്ഥമുണ്ട്, അതെനിക്കും അറിയാം. അതുകൊണ്ട് അതങ്ങട്ട് പരത്തിയിട്ട് ഉള്ളാടക്കം ഞാൻ ഒഴുകിപ്പോന്ന് വിചാരിച്ചല്ലാരും. പ്രസിഡന്റ് ഒക്കെ വല്ല കത്തും കൊത്തൊക്കെ വന്നു. പറഞ്ഞവനൊക്കെ എവിടെ പോയി? എവിടെ? അതിന്റെ ഉപഹാരമായി താജുൽ ഉലമ പട്ടം ഉള്ളാൾ തങ്ങൾക്ക് നിങ്ങൾ നൽകി. എന്നാലും തങ്ങളെ നാട്ടിക ഉസ്താദിന്റെ വാക്കുകൾക്ക് മറുപടി നൽകാൻ ഇപ്പോഴും നിങ്ങൾക്കായിട്ടില്ലല്ലോ. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു, മൂപ്പര് ഹക്കിന്റെ മേലാണ്. അത് ഉള്ളാൾ തങ്ങൾ ഹക്കിന്റെ മേലാണ്. ശംസുൽ ഉലമയോ പിഴച്ചുപോയി വഖദ് കഫറ, പിഴച്ചുപോയി ലല്ല എന്ന് പറയുകയും അതിനോട് മഅ്തൂഫായി വഖദ് കഫറ എന്ന് പറയുകയും ചെയ്താൽ ലല്ലയുടെ ശേഷം പറഞ്ഞ കഫറയുടെ അർത്ഥം എന്താണ്? പൊന്നു തങ്ങളെ, എന്താണ്? മാത്രമല്ല അദ്ദേഹം ഹക്കിന്റെ മേലാണെന്ന് പറഞ്ഞു. ഹക്കിന്റെ മേലാണെന്ന് പറഞ്ഞ ശേഷം പറയുന്ന കുഫറിന്റെ അർത്ഥം എന്താണ്? പൊന്നു തങ്ങളെ, ഹക്കിന്റെ എതിരിൽ പറയുമ്പോൾ ഇതിന്റെ തിക്തഫലം എന്താണെന്ന് നിങ്ങൾ മറന്നുപോയോ തങ്ങളെ? ഞങ്ങളല്ല, നിങ്ങളുടെ തന്നെ പൊന്മളക്കാരൻ അനുയായി നിങ്ങൾക്കത് പഠിപ്പിച്ചു തരുന്നു, കേട്ടോളൂ. ഉലമാവിനെ നിന്ദിക്കുക, അവരെ അനാദരിക്കുക എന്ന് പറയുന്നത് സ്വന്തം മാതാപിതാക്കളെ വെറുപ്പിക്കുന്നതിനേക്കാൾ അപകടമാകുന്നു. കാരണം എന്താണ് വ്യത്യാസം? ഇവർക്ക് തൗബക്കുള്ള തൗഫീക്ക് വരെ ഇല്ലാതെയായി പോകും. ഇവർക്ക് തൗബക്കുള്ള തൗഫീക്ക് വരെ ഇല്ലാതെയായി പോകും. മാതാപിതാക്കളെ വെറുപ്പിക്കുന്നത് വലിയ കുറ്റമാണെങ്കിലും തൗബക്കുള്ള അവസ്ഥയും ചാൻസും പാടെ ഇല്ലാതെയായി പോകുന്നില്ല. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ദുസ്സലാം റഹ്മത്തുള്ളാഹി പറയുന്നു, എന്നാൽ അതുപോലെയല്ല ഉലമാഇനെ, വിശിഷ്യ അസാത്തിദത്ത് ഉസ്താദുമാരെ, ഉലമാഇനെ വിശിഷ്യ അസാത്തിദത്ത് ഉസ്താദുമാരെ നിന്ദിക്കലും അനാദരിക്കലും അതിന്റെ തിക്തഫലം സൂഉൽ ഖാത്തിമയല്ലാതെ മറ്റൊന്നുമല്ല. അതിന്റെ തിക്തഫലം സൂഉൽ ഖാത്തിമയല്ലാതെ മറ്റൊന്നുമല്ല. അതിന്റെ തിക്തഫലം സൂഉൽ ഖാത്തിമയല്ലാതെ മറ്റൊന്നുമല്ല. അത് തന്നെയാണ് ഞങ്ങൾക്കും പറയാനുള്ളത്. അന്ത്യനാളിനെ കുറിച്ചോർത്ത് പശ്ചാത്തലിക്കുക തങ്ങളെ. നിങ്ങൾ സമ്പത്തോ അധികാരമോ അനുയായികളോ ഇല്ലാതെ ഏകനാകുന്ന സമയമാണത്. മിസ്റ്റർ കാന്തപുരം, ഇത് ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് EK സുന്നികൾ ഇറക്കിയിട്ടുള്ള ഒരു ഡോക്യുമെന്ററിയാണ്. ഈ അടുത്ത കുറഞ്ഞ ദിവസങ്ങളായിട്ടുള്ള AP സുന്നികൾക്കെതിരെ ഇപ്പൊ തങ്ങളാണ്, ആ വലിയ തങ്ങളാണ് നിങ്ങൾ കണ്ടത്, ഉള്ളാളം തങ്ങൾ. അദ്ദേഹത്തോട് CM പറഞ്ഞത്രേ എന്ത്?